ഐബോർഡ് ഡ്രോൺ പരിശോധന, അത്യാധുനിക ഈ റേഡിയോ സിഗ്നൽ വെച്ചൊക്കെയുള്ള കടത്തിവിട്ടുള്ള പരിശോധനകൾക്കൊക്കെ ഈ മനുഷ്യ ശരീരം അവിടെ ഉണ്ടാകുമോ എന്നൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള പരിമിതികൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ചുകൂടി നമുക്ക് കാത്തിരിക്കേണ്ടി വരും. അത്യന്തം ദുഷ്കരമായ ഒരു സാഹചര്യം കൂടി അടിത്തട്ടിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്നുണ്ട് എന്ന് ആ ദൗത്യ സേനാംഗങ്ങൾ തന്നെ നമ്മോട് പറയുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മുൻ സൈനിക ഉദ്യോഗസ്ഥൻ കേണൽ ഡിനി നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ശ്രീ ഡിനി, താങ്കൾക്കിപ്പോൾ ഇതുവരെ വരുന്ന ഡെവലപ്മെന്റ്സ് ഒക്കെ ഏകദേശം താങ്കൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുകയാണ്. ഇപ്പോൾ വരുന്നത് അപ്ഡേഷൻസ് അനുസരിച്ച് തടിക്കഷ്ണങ്ങൾ ആ വാഹനത്തിലുണ്ടായിരുന്നത് 8 കിലോമീറ്റർ ദൂരത്ത് നിന്നും ലഭ്യമാവുകയാണ്. കാരണം ഈ നദിയിലുണ്ടായിരുന്ന കുത്തൊഴുക്കും ആ നദിയിലെ അവസ്ഥയും ഈ മണ്ണ് വന്ന് മൂടപ്പെടുമ്പോൾ എത്ര ദൂരം ഈ ട്രക്ക് തെറിച്ച് പോയിട്ടുണ്ടാകും, തല കീഴായിട്ടാണ് കിടക്കുന്നത്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താണ് താങ്കൾക്ക് ക്രോഡീകരിച്ചുള്ള ഒരു മറുപടി പറയാൻ കഴിയുക ഇപ്പോൾ? ശ്രീ പ്രജീഷ്, ഇന്നത്തെ നമ്മൾ ഇതുവരെ ഏകദേശം 2 മണിയായി. ആ 2 മണി വരെ ഉള്ള ഒരു അനാലിസിസ് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു ഡേ ആണ് ഇതുവരെ നടന്നിട്ടുള്ളത്. കാരണം ഇന്ന് രാവിലെ ഐബോർഡ് വെച്ചിട്ടായിരുന്നു ആദ്യം അവർ ആ ഓപ്പറേഷനിലേക്ക് ലോഞ്ച് ചെയ്തത്. ഐബോർഡ് വരാൻ കുറച്ച് താമസം ഉണ്ടായി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ചില കാലാവസ്ഥ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം മാറ്റി ഐബോർഡ് ഈ ഒരു ഏരിയയിൽ, പ്രത്യേകിച്ച് ഈ ട്രക്ക് ഇപ്പം ലൊക്കേറ്റ് ചെയ്യുന്ന ഏരിയയിലേക്ക് ചെന്നു. അവിടെ എനിക്ക് തോന്നുന്നു 2 പ്രാവശ്യം അവർ അതിന്റെ വിഷ്വൽസ് അല്ലെങ്കിൽ അതിന്റെ റേഡിയോ ഫ്രീക്വൻസി വെച്ചിട്ട് അതിന്റെ ടെസ്റ്റ് ചെയ്തു. 3ാമത്തെ ഒരു പ്രാവശ്യം കൂടെ ശ്രമിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു അനാലിസിസ് ആണ് പിന്നീട് അവർ ചെയ്യാൻ പോകുന്നത്. അപ്പം മേജർ ജനറൽ ഇന്ദ്രപാലൻ സാർ തന്നെ ഇന്ന് രാവിലെ ഒരു 3 മണി വരെ ഒക്കെ ഒരു സമയമാണ് പറഞ്ഞത്. അതായത് അവർക്ക് ഒരു 2 മണിക്കൂറിന്റെ ആവശ്യം വരും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് എനിക്കൊന്നൊരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു പിക്ചർ, അതായത് ഈ ട്രക്കിന്റെ ക്യാബിൻ എവിടെയാണ്. ബിക്കോസ് നമ്മളെല്ലാം ഈ ക്യാബിനെ കുറിച്ച് എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അർജുൻ ആ ക്യാബിനകത്ത് ഉണ്ടാവാൻ ഉള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ ക്യാബിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയാനുള്ള ഒരു അറ്റംപ്റ്റ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ക്യാബിന്റെ കൃത്യമായിട്ടുള്ള പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഐ തിങ്ക് അത് കഴിഞ്ഞിട്ട് ഡൈവേഴ്സ് അവരുടെ ഓപ്പറേഷൻ തുടങ്ങും. പക്ഷെ അവിടെയും ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കറണ്ടാണ്. ആ വാട്ടറിന്റെ ഫ്ലോ ഏകദേശം 8 നോട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അത്രയും ആ ഒരു സ്പീഡിൽ അവർക്ക് ഇറങ്ങി പ്രവർത്തിക്കാനുള്ള ഒരു പ്രശ്നങ്ങളുണ്ട്. കാരണം ഇപ്പൊ എനിക്കൊന്ന് നേവിയുടെ PRO എന്ന പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, ആ ഫ്ലോ കാരണം അവർക്ക് എത്തേണ്ട സ്ഥലത്ത് എത്താതെ അവർ ഡ്രിഫ്റ്റ് ചെയ്ത് പോകുന്ന ഒരു സാഹചര്യമാണ്. ഒന്നാമത് അവിടെ വിസിബിലിറ്റി ഇല്ല. ആ പുഴയിൽ ധാരാളം മണ്ണ് ഒക്കെ വരുന്ന ഒരു രീതിയുണ്ട്. താഴോട്ട് പോയി കഴിഞ്ഞാൽ അതിനകത്ത് നേരത്തെ ഈ തടിയെ കണ്ടതുപോലെ അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ചാലഞ്ച് അവിടെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു സമയം വെച്ച് നമുക്ക് കുറച്ച് ഉടനെ നമുക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ലൊക്കേഷൻ, അതിന്റെ പൊസിഷൻ കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ ആ ഡൈവേഴ്സ് അവരവരുടെ പ്രവർത്തനം തുടങ്ങും. ആസ് ഫാർ ആസ് ഈ ഒരു തടിക്കഷ്ണം കിട്ടി എന്ന് പറയുമ്പം അത് വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്ട് ഇനി ഉണ്ടാക്കാൻ സാധ്യതയില്ല. കാരണം നമുക്കെല്ലാം അറിയാവുന്നതാണ് ഇപ്പൊ ട്രക്ക് പുഴയുടെ ഉള്ളിലാണെന്ന്. ഇതേ കാര്യം ഒരു 5-6 ദിവസം മുൻപോ അല്ലെങ്കിൽ ഒരു 7 ദിവസം മുൻപോ നമ്മൾക്ക് അറിഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ കണ്ടിരുന്നെങ്കിൽ പ്രോബ്ലി ഈ ഫോക്കസ് മൊത്തം പുഴയിലോട്ട് തന്നെ പോയാണ്. ഇപ്പം ആക്ച്വലി പറഞ്ഞ ഒരു 4 തടിക്കഷ്ണം കിട്ടി അത്ര ഒരു വലിയ രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയല്ല. അതുപോലെ തന്നെ പക്ഷെ 2-3 കാര്യങ്ങളുണ്ട്. ഈ തടിക്കഷ്ണം ഈ ഭാഗത്തെങ്ങും, അതായത് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ചെന്ന ശേഷം ആ പ്രദേശത്ത് ആ പരിസരത്തെങ്ങും കണ്ടിട്ടുണ്ടായിരുന്ന തീർച്ചയായിട്ടും റിപ്പോർട്ട് വന്നേനെ. അപ്പം ഇത് ആദ്യത്തെ ദിവസം തന്നെ ചിലപ്പോൾ തടി പുറത്തോട്ട് പോയി അതെവിടെയെങ്കിലും സൈഡിൽ കുരുങ്ങി നിൽക്കുകയോ അല്ലെങ്കിൽ ആളുകൾ എടുത്ത് വെക്കുകയോ അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടാവും. പക്ഷെ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് വലിയ ഒരു പ്രസക്തി ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഓൾറെഡി നമ്മൾ അതിനെ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് എങ്ങനെ റിട്രീവ് ചെയ്യാന്നുള്ള ഒരു ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ചുകൂടെ ക്ഷമയോടെ നോക്കേണ്ടി വരും. കാരണം ഇത് കുറച്ച് സമയം എടുക്കുന്ന ഒരു കാര്യമാണ്. അതുകൂടാതെ ഈ കാലാവസ്ഥയുടെ വലിയൊരു ഫാക്ടറാണ്. അപ്പൊ ഇതെല്ലാം വെച്ചിട്ട് ഇന്ന് വൈകിട്ടാകുമ്പോഴത്തേക്ക് ഒരു കൃത്യത ആയിട്ടുള്ള കാര്യം, അതായത് നമ്മളിപ്പോൾ ഈ തടിക്കഷ്ണം വരുന്നു എന്ന് പറയുമ്പോൾ ആ വണ്ടിയുടെ ഒരു ഘടന കൂടി വന്നുള്ള ആഘാതത്തെ സംബന്ധിച്ച് നമ്മളുടെ മനസ്സിലേക്ക് ചില ചിത്രങ്ങൾ കൂടി വരികയാണ്. അവിടെയാണ് ക്യാബിൻ ആ ആഘാതത്തിൽ വേർപെട്ടിട്ടുണ്ടാകാമോ? അങ്ങനെ വേർപെട്ടിട്ടുണ്ടെങ്കിൽ ആ ക്യാബിനിലെ അവസ്ഥ എന്തായിരിക്കാം? അങ്ങനെ
നമുക്ക് തീർപ്പ് നമുക്ക് കൽപ്പിക്കപ്പെടുന്ന നമുക്ക് രണ്ട് ഇടങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അവിടെയുള്ള നമ്മുടെ റിപ്പോർട്ടേഴ്സിന് പോലും എന്താണ് അവർക്ക് പോലും പരിമിതികൾ ഉണ്ട്. വിവരശേഖരണം അവിടെ നിന്നും വരുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. സാങ്കേതികം നമ്മളൊരു കാടടച്ചൊരു വെടിവയ്പ് നടത്താൻ കഴിയില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചില ചിത്രങ്ങളുണ്ട്. ആ ചിത്രങ്ങൾ കൂടി മുന്നൊരു സൈനിക ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ കൂടി ഇത്തരം മേഖലകളിൽ നമ്മൾ ഇത്തരം ദുരന്തങ്ങൾ സംഭവിച്ചതിൻ്റെ ചിത്രങ്ങൾ കൂടിയൊക്കെ വെച്ച് മുനനുഭവങ്ങളൊക്കെ നോക്കുമ്പോൾ എന്താണ് ഈ വാഹനത്തിൻ്റെ ഒരു ഘടന എങ്ങനെയൊക്കെ മാറിയിരിക്കാമെന്നാണ് താങ്കൾക്ക് മനസ്സിൽ വരുന്നത്? ഒരു കാര്യം വളരെ വ്യക്തമാണ് പ്രജീഷ് ജി. അതായത് നമ്മളെ ഇതിനകത്ത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നതിന് അപ്പുറമായിരിക്കും ആക്ച്വലി നമ്മൾ അകത്ത് കാണുന്നത്. ആ ഒരു അതായത് നമ്മളെല്ലാം ഇപ്പൊ അങ്ങ് പറഞ്ഞ പോലെ നമ്മളെല്ലാം ഒരു മനസ്സിനകത്ത് ചില കാര്യങ്ങൾ കാണും. അതായത് നമ്മൾ ഇങ്ങനെ ആയിരിക്കും നടന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും അതിന്റെ ഇപ്പോഴത്തെ ലൊക്കേഷൻ ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ആ ട്രക്കിന്റെ പൊസിഷൻ ഇങ്ങനെ ആയിരിക്കും. പക്ഷെ എപ്പോഴും നമ്മൾ പേഴ്സണലായിട്ട് നമ്മളത് ഫൈനലി പോയി കാണുമ്പോൾ അതിന്റെ ഒക്കെ അപ്പുറത്തെ രീതിയിലായിരിക്കും ചില ആ പൊസിഷൻ, അല്ലെങ്കിൽ നമ്മളൊന്നും ചിന്തിക്കാത്ത രീതിയിലേക്കുള്ള. കാരണം ആ പ്രകൃതിയുടെ ഒരു രീതി അങ്ങനെയാണ്, നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ടാവും. അപ്പൊ ചില സമയത്ത് ആ ഒരു ഫാക്ടർ കൊണ്ട് മാത്രം ചിലപ്പോൾ ജീവൻ പോലും രക്ഷപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പം ഇവിടെ കൃത്യമായിട്ട് എന്ത് നടന്നിട്ടുള്ളത് എന്നുള്ളത് പറയാൻ സത്യം പറഞ്ഞാൽ ഇമ്പോസിബിൾ ആണ്. പക്ഷെ തീർച്ചയായിട്ടും നമുക്ക് ചില അസസ്മെന്റ് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ അസസ്മെന്റ് വെച്ചിട്ട് അത് അവിടെ ഉണ്ട്. ആൻഡ് ഇന്നലെ SP പറഞ്ഞ പോലെ മോസ്റ്റ് ലൈക്ലി അത് വണ്ടി തിരിച്ചാ കിടക്കുന്നത്. അങ്ങനെ ആണ് ഇപ്പോഴത്തെ ഒരു രീതിയിലേക്ക് കടന്നു. പക്ഷെ ഇതെല്ലാം ഇപ്പോഴും വിതൗട്ട് ഒരു കോൺക്രീറ്റ് എവിഡൻസ് ആണ് നമ്മൾ സംസാരിക്കുന്നത്. ഇതെല്ലാം സ്പെക്കുലേഷൻസ് ആണെന്ന് ഞാൻ ഇപ്പോഴും പറയും. തീർച്ചയായും അതറിയാം. അങ്ങനെ തന്നെയാണ് നമ്മളും റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. കാരണം നമുക്ക് അവിടെ നിന്നുള്ള സ്ഥിരീകരണങ്ങൾ ഓരോരുത്തരും, കാരണം അവിടെയുള്ള ബന്ധുക്കൾ അവർക്ക് ഏറ്റവും അരികിലേക്ക് ആക്സസ് ചെയ്യാൻ ഈ ഉദ്യോഗസ്ഥർക്കിലേക്ക് എത്താൻ കഴിയുന്ന സംവിധാനങ്ങൾ ഇപ്പോൾ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഡ്രോണിന്റെ പരിശോധന, അതിന്റെ സിഗ്നൽ ആ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ആ കൺട്രോൾ റൂമിലേക്ക് എത്തിയതിന് ശേഷം മാത്രമേ അവർക്കും അവിടുന്ന് എന്താണ് കാര്യങ്ങളെന്ന് നമ്മെ അറിയിക്കാൻ കഴിയൂ. അപ്പോൾ പരിമിതികൾ ഈ സമയത്തിന്റെ ഈ ഏറ്റക്കുറച്ചിലുകൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊരു കാര്യം ശ്രീ ഡിനി, ഈ ഐബോർഡ് ഡ്രോണിന് ഈ ആഴത്തിലുള്ള ഈ മനുഷ്യന്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുമോ? മറ്റൊന്ന് ഈ പറയുന്ന പോലെ അവിടുത്തെ അടിയൊഴുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ അടിയൊഴുക്കും ഇപ്പോൾ നിലവിലുള്ള കാലാവസ്ഥയൊക്കെ നോക്കുമ്പോൾ കുറച്ച് പ്രയാസമില്ല പുറമേ നിന്ന് നോക്കുമ്പോൾ എന്നാണ്. പക്ഷെ അടിത്തട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് വെല്ലുവിളി, സീറോ വിസിബിലിറ്റി, അത് പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. പിന്നീട് ഈ ബോട്ടുകൾക്ക് അവിടെ നിൽക്കാൻ കഴിയുന്നില്ല. അവർക്ക് സ്റ്റാൻഡ് ചെയ്തെങ്കിൽ മാത്രമേ താഴേക്ക്, അല്ലെങ്കിൽ നേരത്തെ ആദ്യം ഒരു ശ്രമം ഈ നോക്കിയിരുന്നു, ലൊക്കേറ്റ് ചെയ്യാൻ നോക്കി. അതൊക്കെ അടിയൊഴുക്ക് മൂലം ആ ശ്രമങ്ങളൊക്കെ തന്നെ വിഫലമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോഴുണ്ടാകുന്ന ന്യൂനതകൾ, ആ ന്യൂനതകളെ അതിനെ മറികടക്കാനുള്ള സംവിധാനങ്ങൾ, ഇപ്പോഴത്തെ സംവിധാനം ഇവിടെ എത്തിച്ചിരിക്കുന്ന ഇപ്പോൾ ഡ്രഡ്ജിങ് മെഷീൻ അടക്കം നേരത്തെ നമ്മൾ കണ്ടു അവിടേക്ക് കടന്നു പോകുന്നത്. അപ്പോൾ പ്രിപ്പറേഷൻ എങ്ങനെയാണ്? ഇപ്പോൾ പ്രിപ്പറേഷൻ എത്രത്തോളം കാര്യക്ഷമമാകും? ശ്രീ പ്രജീഷ്, ഇതിനകത്ത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് IBOD എന്നുള്ള ഒരു സിസ്റ്റത്തിനെ കുറിച്ച് വ്യക്തിപരമായിട്ട് എനിക്ക് വലിയ ഒരു നോളജ് ഇല്ല. അത് ഞാൻ പറയുകയാണ്. കാരണം അതൊരു ലേറ്റസ്റ്റ് ടെക്നോളജിയാണ്, അത് എവോൾവ് ആയൊക്കെ വരുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത്, പ്രത്യേകിച്ച് മേജർ ജനറൽ ഇന്ദ്രപാൽ സർ പറഞ്ഞ രീതി അനുസരിച്ച് അതിനകത്ത് മനുഷ്യന്റെ അത് കണ്ടെത്താൻ പറ്റുമോ എന്നുള്ള ഒരു ഡൗട്ട് അദ്ദേഹം പറഞ്ഞു. അത് കാരണം അതൊരു ഫോട്ടോ ഇമേജറി പോലത്തെ അല്ല. അതിനകത്തൊരു അവരുടെ ഒരു അനാലിസിസ് എന്നുള്ള രീതി, അതായത് റേഡിയോ ഫ്രീക്വൻസി ഒക്കെ വെച്ച് മാച്ച് എന്നിട്ടാണ് അവർ അതിനകത്ത് കൊണ്ടുവരുന്നത്. അപ്പം മേ ബി ചിലപ്പോൾ കാണുമായിരിക്കും. പക്ഷെ ഇപ്പം അവരുടെ ആ ലക്ഷ്യം എനിക്ക് തോന്നുന്നു ട്രക്കിന്റെ ആ ഒരു ഇത് വെച്ച് കണ്ടെത്താനുള്ളതാണ്. ആൻഡ് അത്രയും ആ ഒരു വെച്ചിട്ട് മാത്രമേ ഇപ്പോഴത്തെ അവസ്ഥയിൽ സംഭവിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് മനുഷ്യന്റെ ഇതുണ്ടോ കാണാൻ പറ്റുമോ എന്നുള്ളത് അറ്റ്ലീസ്റ്റ് ഇപ്പോഴത്തെ വ്യവസ്ഥ വെച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല. രണ്ടാമതായിട്ട് പ്രിപ്പറേഷനെ സംബന്ധിച്ച് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്കൊന്ന് 2 ദിവസമായിട്ട്, ഇന്നലെയും മെനിഞ്ഞാന്നുമായിട്ട് ഈ ദൗത്യസേന അവർ കുറച്ച് മുൻപേ ചിന്തിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്. അതായത് നാളെ ചെയ്യേണ്ട കാര്യത്തിനെ കുറിച്ച് അവർ ഇന്നലെ കുറെ തീരുമാനങ്ങൾ എടുക്കുകയും ഇന്നലെ അതിന്റെ വേണ്ടി ആക്ഷൻസ് ചെയ്തു. അങ്ങനെയാണ് ആക്ച്വലി ഓപ്പറേഷൻസ് ചെയ്യേണ്ടുള്ളത്. അപ്പൊ നമ്മൾ 2 ദിവസം 3 ദിവസത്തിന്റെ ഒരു ഫ്യൂച്ചറിലെ രീതിയിൽ നോക്കിയിട്ട് വേണം. 2 ദിവസം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ആവശ്യം വരും, അത് ഇപ്പോഴേ നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ആവശ്യം 3-ാം ദിവസം കിട്ടൂ. അങ്ങനെ ഒരു രീതി 2-3 ദിവസമായിട്ട് ഞാൻ കാണുന്നുണ്ട്. അത് നല്ല രീതിയാണ്. കാരണം അവർ ഈ ഡ്രഡ്ജിങ്ങിന്റെ കാര്യമായാലും ശരി, ഈ ബൂം എക്സ്കവേറ്റർ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് അതിനൊരു ബേസ് പ്രിപ്പയർ ചെയ്യുന്നത്. കാരണം അവർക്കറിയായിരുന്നു, എനിക്ക് തോന്നുന്നു, ഈ ട്രക്കിനെ ഈ ബൂം എക്സ്കവേറ്റർ വെച്ച് അതിന്റെ ഈ മണ്ണ് മാറ്റാനുള്ള ഒരു ശ്രമം വേണ്ടി വരും എന്ന് അവർക്ക് പ്രോബ്ലി അവർ അനലൈസ് ചെയ്തതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനൊരു ബേസ് ആവശ്യം വരും, അവിടുന്ന് കുറച്ചുകൂടെ റീച്ച് കിട്ടും എന്നുള്ള രീതിയിലേക്കാണ് അവർ ഇന്നലെ തൊട്ടേ അവർ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്.
അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു പ്ലാൻ അത് ഇതുവരെ അവർ ഇംപ്ലിമെന്റ് ചെയ്തോന്ന് എനിക്കറിയില്ല, അവിടുത്തെ റിപ്പോർട്ടേഴ്സ് ആയിരിക്കും ഫൈനലി പറയുന്നത്. പക്ഷെ ഞാനിത് കേട്ടിരുന്നു, അതായത് ഈ ഫ്ലോ കുറയ്ക്കാൻ വേണ്ടി ഒരു ഒരു ടെമ്പററി ബന്ദ് പോലെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അതെ, അതിന്റെ ഒരു ശ്രമം അവർ നടത്തും. അത് ഇതെല്ലാം അവർ എന്താ പറഞ്ഞ ഈ ഫ്ലോ എങ്ങനെ നിർത്താം, അല്ലെങ്കിൽ ഇത് ഫ്ലോ ഇപ്പം സ്ലോ ആയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു ഫോർസൈറ്റ് വെച്ച് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. അപ്പൊ തീർച്ചയായിട്ടും പ്രിപ്പറേഷൻ ആസ് ഓഫ് നൗ വളരെ നല്ല രീതിയിൽ തന്നെയാണ് അവർ ചെയ്തുകൊണ്ട് പോകുന്നത്. ഓൺലി തിങ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് കുറച്ചും കൂടെ പേഷ്യൻസ് വേണം. അതിനോ നമ്മളെ ഫുൾ എല്ലാവരും 10 ദിവസമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എല്ലാവർക്കും തീർച്ചയായും കേണൽ ലിനിയെ പോലെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ മേഖലയിൽ പ്രവർത്തിച്ച ആളിലൊക്കെ പറയുന്നതനുസരിച്ച് പ്രിയ പ്രേക്ഷകരിലേക്ക് കൂടി ഞാനത് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം നമ്മൾ വളരെ ക്ഷമയോടുകൂടി കാത്തിരിക്കേണ്ട ഒരു വിഷയമാണ്. നമുക്ക് അവിടെ നിന്ന് നമ്മൾ ഓരോ വിവരങ്ങൾ എത്തിക്കുമ്പോഴും നമ്മൾ ആ രീതിയിൽ തന്നെ നമ്മൾക്ക് പരിമിതമായ ചുറ്റുപാടുകളിൽ ഒരുപക്ഷെ നമുക്ക് മറ്റ് ഏതെങ്കിലും ഒരു സംഭവമോ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പോലെയല്ല, നമ്മൾക്ക് പാലിക്കേണ്ട ചില സാമാന്യ മര്യാദകളുണ്ട്. അതുകൂടി കണ്ടുകൊണ്ട് മാത്രമേ അവിടെ നിന്നുള്ള വിവരങ്ങൾ പോലും നമുക്ക് ക്രോഡീകരിക്കാൻ കഴിയൂ. അപ്പോൾ ഇതുവരെയുള്ള നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. അതാണിപ്പോൾ ദൃശ്യങ്ങളായി കൂടി ആ തടിക്കഷ്ണങ്ങൾ അത് 4 തടിക്കഷ്ണങ്ങളാണ് എത്തിയിരിക്കുന്നത്. 8 കിലോമീറ്റർ ദൂരെ ഈ ഇൻസിഡന്റ് നടന്ന സ്ഥലത്ത് നിന്നും ഉണ്ട്. അങ്ങനെയുള്ള വിവരങ്ങൾ കൃത്യമായി നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരങ്ങൾ എത്തിക്കുന്നു. പിന്നെ നമ്മുടെ മുന്നിലുള്ളത് ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന. ആ നേവി സംഘത്തിന് ഈ വാഹനത്തിന് ഏകദേശം അടുത്തവരെ എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എത്തുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സീറോ വിസിബിലിറ്റിയാണ്. നമ്മുടെ ഒരു ചെറിയൊരു തോട് പോലും നമുക്ക് നോക്കൂ, ഒരു മഴ പെയ്ത് കഴിയുമ്പോൾ അവിടെ കലങ്ങി മറിഞ്ഞ് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ എന്തുമാത്രം മണ്ണ് ഇങ്ങനെ വന്ന് പതിച്ച് കിടക്കുന്ന ഒരു പുഴയിൽ എന്തായിരിക്കാന തടി, മറ്റ് വേസ്റ്റുകൾ എല്ലാം കൂടി ഇങ്ങനെ കുഴഞ്ഞ് മറിഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥയിൽ നമുക്കൊന്നും കാണാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ ഈ റേഡിയോ സിഗ്നൽ കടത്തി വിട്ടുകൊണ്ടാണ് ആ സിഗ്നൽ അവിടേക്ക് എത്തിയ ശേഷം ഈ ഒബ്ജക്റ്റിലേക്ക് എത്തി തിരിച്ച് ഈ പറയുന്ന ഡ്രോണിലേക്ക് എത്തുകയും പിന്നീട് അവിടെ നിന്നും ഇത് കൺട്രോൾ റൂമിലേക്ക് ആ സിഗ്നൽ അവിടെ എത്തണം. എന്നിട്ട് വേണം അവർ ശരിയാ. അങ്ങനെ ഒരുപാട് പ്രോസസ്സുകൾ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ക്ഷമയോടുകൂടി കാത്തിരിക്കാവുന്നതാണ്. കേരള ഇനി ഒരു കാര്യം കൂടി, നമ്മൾ ഈ ദുരന്തങ്ങളുടെ ഈ മുഖത്ത് നിൽക്കുമ്പോൾ ഇന്നത്തെ ഇപ്പോഴത്തെ ഈ വലിയൊരു മഹാദുരന്തം ഒരു ഐ ഓപ്പണായി എങ്ങനെ മാറേണ്ട സാഹചര്യമുണ്ട്. കാരണം നോക്കൂ, ഈ ദേശീയപാത അതോറിറ്റിക്ക് വരെ ഇരുത്തി ചിന്തിക്കേണ്ട ഒരു സംഭവമായി ഇത് മാറുകയാണ്. ഒരുപാട് പേർക്ക് ഇതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. പിന്നീട് നമ്മുടെ ഈ സംവിധാനങ്ങൾ, അത് ഡിപ്ലോയ് ചെയ്യപ്പെട്ട രീതികൾ, അതിലൊക്കെയുള്ള ഒരു പുനർവിചിന്തനം, പിന്നെ നമ്മുടെ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ അതിൻ്റെ മുന്നിൽ നമുക്ക് ഒരുപാട് പ്രോട്ടോക്കോളൊക്കെ ഉണ്ട്. ആ പ്രോട്ടോക്കോളൊക്കെ ഏത് രീതിയിൽ പരിവർത്തനം ചെയ്യപ്പെടണം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മെസ്സേജ് ഈ ഇൻസിഡൻറ്റ് നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നുണ്ടോ? അതുകൂടി തീർച്ചയായിട്ടും ശ്രീ പ്രജീഷ്, ഒരു സംശയമില്ല. ഈ ഒരു ദുരന്തം ധാരാളം കാര്യങ്ങൾ നമ്മളെല്ലാവരെയും പഠിപ്പിക്കുന്നുണ്ടെന്നത് യാതൊരു സംശയമില്ല. പക്ഷെ എൻ്റെ ഒരു വറി എന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് നല്ല രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷേ നാഷണൽ മീഡിയയിലൊന്നും ഈ ഒരു ഇൻസിഡന്റ് അത്ര വലിയ രീതിയിലുള്ള ഒരു റിപ്പോർട്ടിംഗ് വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു അൺനോട്ടീസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കാത്ത രീതിയിലേക്ക് മാറാൻ സാധ്യതയുണ്ട് ഇത് കഴിഞ്ഞാൽ. പക്ഷേ ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നു നാഷണൽ ഹൈവേ അതോറിറ്റി അവരുടെ ഒരു പഠനം തീർച്ചയായിട്ടും മാൻഡേറ്ററി ആണ്. പ്രത്യേകിച്ച് ഈ വെസ്റ്റേൺ ഗാർഡ്സിലേക്കുള്ള റോഡ്സും മറ്റു കാര്യങ്ങളും എനിക്ക് തോന്നുന്നു ഓൾറെഡി ഹിമാലയൻ റോഡ്സിന് വേണ്ടിയൊക്കെ ധാരാളം ഇതുപോലത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഉത്തരാഖണ്ഡിന്റെ ടണൽ കൊളാപ്സ് ഒക്കെ കണ്ടപ്പം അതുകൊണ്ട് അവർ ഒരു ബാലൻസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം. കാരണം റോഡുകളും ആവശ്യമാണ്, പക്ഷെ റോഡുകൾ പണിയുമ്പം ഇതുപോലത്തെ പ്രകൃതിയെ നശിപ്പിക്കാതെ അല്ലെങ്കിൽ പ്രകൃതിയുടെ വലിയ രീതിയിലുള്ള ഒരു കേടുപാട് പറ്റാതെ എങ്ങനെ നമുക്ക് കൊണ്ടുപോകാം എന്നുള്ള ഈ ഒരു ബാലൻസിനെ കുറിച്ച് എനിക്കൊന്ന് വർഷങ്ങളായിട്ട് ചർച്ചയും ഡിബേറ്റ്സും ഒക്കെ നടക്കുന്ന ഒരു ടൈമാണ്. പക്ഷെ തീർച്ചയായിട്ടും ഈ ഒരു ഇൻസിഡന്റ് കാരണം നമ്മളത് കണ്ടു, അതെങ്ങനെയാണ് അത്രയും സ്റ്റീപ്പായിട്ട് കട്ട് ചെയ്തിട്ട് അവിടെ വേറൊരു പ്രൊട്ടക്ഷൻ ഒന്നും കൊടുക്കാത്ത ഒരു രീതിയിലേക്ക് നിന്നത്. അതൊരു ഐ തിങ്ക് ഡിസാസ്റ്റർ വെയിറ്റിംഗ് ടു ഹാപ്പൻ എന്നുള്ള രീതിയിലുള്ള ഒരു ഏരിയയും നമുക്ക് കാണാം ഇപ്പം. അപ്പൊ അതേപോലെ വേറെ ഏരിയസ് ഉണ്ടോ? പ്രത്യേകിച്ച് ഈ ഒരു മോൺസൂൺ സീസണിൽ എങ്ങനെയാണ് ഡ്രൈവേഴ്സിന് എന്തെങ്കിലും ആ ഒരു രീതിയിലേക്ക് അവിടൊക്കെ ഒരു വാർണിംഗ്, ഒരു ഡിസാസ്റ്റർ പ്രിവെൻഷൻ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും വാർണിംഗ് സിസ്റ്റം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടോ? കാരണം നമുക്ക് എപ്പോഴും പ്രിവെൻഷൻ ആണ് ഏറ്റവും ഫസ്റ്റ് സാധിക്കുക. അതായത് എങ്ങനെ ഒരു ദുരന്തം നടക്കാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് ആദ്യം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പം ചെയ്യുന്ന പോലത്തെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അത് ചെയ്യുന്നത്. അപ്പം ആ പ്രിവെൻഷനിലേക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാം. കേരളത്തിലും ഇതേപോലെ തന്നെയാണ് പല ഏരിയകളിലും നമ്മളൊന്നും നേരത്തെ പറഞ്ഞ പോലെ വിചാരിക്കാത്ത സ്ഥലങ്ങളിലും ചിലപ്പം വിചാരിക്കാത്ത സമയത്തും ഇതുപോലത്തെ ദുരന്തം സംഭവിക്കാം. അപ്പൊ അതെല്ലാം നമ്മൾ ആ ഒരു
ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ട്. അവരവരുടെ ഒരു പീരിയോഡിക്കലായിട്ട് ഇടയ്ക്കിടയ്ക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയും അതിനെക്കുറിച്ചുള്ള ഒരു അനാലിസിസും ട്രെയിനിങ്ങും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാലും പ്രകൃതി അതിന്റെ പല രീതിയിലുള്ള എന്താ പറയുക, വേണമെങ്കിൽ ഡിസ്പ്ലഷർ എന്ന് വേണമെങ്കിൽ പറയാം. ഡിസ്പ്ലഷർ അത് പ്രകടിക്കും. അതെല്ലാം നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല. പക്ഷെ സംഭവിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു എഫേർട്ട് ചെയ്യാമായിരുന്നു. ഇവിടെ അത് നടന്നില്ല ഇനിഷ്യലി. പക്ഷെ ഇപ്പം വളരെ ഭംഗിയായിട്ടാണ് നടക്കുന്നത്. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം, അത് ഗവൺമെന്റ് ആയാലും ശരി, ഏജൻസീസ് ആയാലും ശരി, അടുത്ത ബാക്കിയുള്ള. തീർച്ചയായും ഡിനി സൂചിപ്പിച്ചതുപോലെ തന്നെ, കാരണം ദിവസങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ദുരന്തമുഖത്ത് വളരെ ഓരോ നിമിഷങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഉദാസീനത എന്നത് ഒരു സമീപനം ഉണ്ടാകാനേ പാടില്ല. ഒപ്പം ഡിനി, കാരണം ഒരുപാട് നമ്മളൊക്കെ ഓരോ ദിവസവും തള്ളി നീക്കിയപ്പോൾ മഹാത്ഭുതങ്ങൾ സംഭവിച്ച ഇത്തരത്തിലുള്ള ഇൻസിഡൻ്റൊക്കെ ലോകത്ത് തന്നെ ഉണ്ട്. അവിടെയൊക്കെ ഏതൊക്കെയോ ഒരു നിയോഗം പോലെയൊക്കെ, ഒരു പിടിവള്ളി പോലെയൊക്കെ ഒരു നമ്മൾ കാണാറുണ്ട്, രക്ഷാകരങ്ങൾ എത്തുന്നത് പോലെ. പക്ഷേ ഇവിടെ ഇപ്പോൾ 10 ദിവസമായിരിക്കുന്നു വെള്ളത്തിന് അടിയിൽ ആണൊരു ലോറി കിടക്കുന്നത്. സമാനമായ രീതിയിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം ഇതേ ഏരിയയിൽ നിന്നും അല്പദൂരത്ത് നിന്ന് കിട്ടുന്നു. അപ്പോൾ 10 ദിവസത്തിന് ശേഷം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനേയും ഫേസ് ചെയ്യുക എന്നുള്ളതാണല്ലോ. കാരണം ഇനിയുള്ള സമയങ്ങളിൽ ഒരു തീരുമാനത്തിലേക്ക്, ഒരു ഉത്തരത്തിലേക്ക്, ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇനി അധിക ദൂരമില്ല. അപ്പോൾ എല്ലാത്തിനെയും നമ്മൾ ഫേസ് ചെയ്യണം. അത് ബന്ധുക്കളോടായാലും സുഹൃത്തുക്കളോടൊക്കെ നമ്മൾ ആ രീതിയിൽ അങ്ങനെ മാനസികമായി പരുവപ്പെട്ട ഒരു കുടുംബാംഗങ്ങളുടെയൊക്കെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ശ്രീ ഡെന്നി, അതുകൊണ്ട് തന്നെ ഇന്നത്തോടുകൂടി നമുക്കൊരു ഉത്തരം, ഒരു ക്ലിയർ ആയി നമുക്ക് മുന്നിൽ എത്തിയേക്കാമല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അതായത് ആ കുടുംബത്തിനെ സംബന്ധിച്ചുള്ള ഒരു ക്ലോഷർ ആവശ്യമാണ്, ഒരു അന്ത്യം. അതായത് ഒരു അറിവ് വേണം എന്താണ് സംഭവിച്ചതെന്നുള്ളത്. ആ അറിവ് ഇല്ലായ്മയാണ് പല കുടുംബങ്ങളിലും എത്രയോ നാളുകൾ ഇങ്ങനെ വിഷമത്തിലൊക്കെ നിൽക്കുന്നത് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് ആ അറിവ് ആണ് ഇന്ന് നമ്മളെ, അത് കിട്ടിക്കഴിഞ്ഞാൽ അതെന്ത് ആയാലും ശ്രീ പ്രജേഷ് പറഞ്ഞ പോലെ അത് ഫേസ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അവർ മാറിയിട്ടുണ്ട്. കാരണം 10 ദിവസം ആയിട്ടുണ്ട്. പക്ഷെ ആ ഒരു ക്ലോഷർ വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് നമുക്കെല്ലാം പ്രാർത്ഥിക്കാം. അതായത് ഇന്ന് ത്തോടെ അതിനൊരു അറിവ് നമുക്ക് ലഭിക്കും തന്നെയാണ്. പക്ഷെ അതെല്ലാം ഞാൻ പറഞ്ഞപ്പോഴും നമുക്കറിയാം, പ്രകൃതി അവിടെ ആ ഒരു കാലാവസ്ഥ വലിയൊരു ഫാക്ടറാണ്. അപ്പൊ അതിന്റെ എല്ലാം കൂടെ വെച്ചിട്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. വേറൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കുറച്ച് കഴിയുമ്പം ലൈറ്റ് പോകും. കാരണം ഇന്നത്തെ ദിവസത്തിന്റെ ആ ഒരു രാത്രി ആകുമ്പോഴത്തേക്ക് എത്രമാത്രം അവിടെ വിസിബിലിറ്റി ഉണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ അതിന്റെ ചോദ്യങ്ങളുണ്ട്. സോ നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട്. പക്ഷെ അതിലൂടെ തന്നെ നമുക്ക് കുറച്ച് ക്ഷമയും കാണിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ശരി, വളരെ നന്ദി ശ്രീ ഡിനി. തുടക്കം മുതൽ ഇതുമായി ബന്ധപ്പെട്ട് ഏത് സമയത്തായാലും താങ്കളുടെ വിവരങ്ങൾ മാതൃഭൂമി ന്യൂസിലെ പ്രേക്ഷകരോട് പങ്കുവെച്ചതിന് വളരെ നന്ദി. എന്തായാലും നമുക്ക് ശ്രീ ഡിനിയെ പോലെയുള്ള അനുഭവ സമ്പന്ന പറയുന്നത് പോലെ തന്നെ നമുക്ക് ഒരു ദുരന്തത്തെ നമ്മൾ ഫേസ് ചെയ്തു. ആ കുടുംബത്തിനൊപ്പം നമ്മൾ എല്ലാവരും, കാരണം അർജുൻ എന്നത് ഓരോ വീട്ടിലെയും മകനെ പോലെയും സഹോദരനെ പോലെയും ഒക്കെ ആയി മാറിയിരിക്കുന്നു ആ മുഖം എന്നുള്ളതാണ് ഇത്രയും ദിവസത്തിനുള്ളിൽ. അപ്പോൾ ഇതിനെ നമുക്ക് ഫേസ് ചെയ്യാനുള്ള ഒരു മനഃശക്തി ഉണ്ടാകണം. കാരണം ഇന്ന് ഏകദേശം നമ്മുടെ എല്ലാ സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിക്കുമ്പോൾ ഒരു ഉത്തരം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ നിർണായക ഘട്ടത്തിലേക്ക് എത്തുകയാണ്. 2 തവണ ദൗത്യസംഘം പുഴയുടെ അടിത്തട്ടിലെ ഈ ലോറിക്കരികിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ അടിയൊഴുക്ക് കാരണം ക്യാബിനുള്ളിലേക്ക് കയറാൻ കഴിഞ്ഞില്ല. ഡ്രോൺ പരിശോധനയും അങ്ങനെ തുടരുകയാണ്. കലങ്ങി മറിഞ്ഞ് ഒഴുകുന്ന ഗംഗാവലി പുഴ, ആ കുത്തൊഴുക്കിനെ മറികടന്നാണ് ഈ ദൗത്യം പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിനിടെ ലോറിയിൽ നിന്നും ഒഴുകിപ്പോയ 4 തടിക്കഷ്ണങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരെ മാതൃഭൂമി ന്യൂസിൻ്റെ ഒരു സ്ക്രീനിൽ കൂടെ നമ്മൾ കാണിക്കുന്നത്. 12 കിലോമീറ്റർ താഴെ നിന്നാണ് ഈ തടി ലഭിച്ചത് എന്ന വിവരങ്ങൾ കൂടി ലഭിക്കുകയാണ്. ലോറി ഉടമ മനാഫാണ് ഇക്കാര്യം നമ്മെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. KV രാഹുൽ ഉണ്ട് സംഭവ സ്ഥലത്ത് നിന്നും. രാഹുൽ, ഇപ്പോൾ തിരച്ചിൽ എങ്ങനെയാണ്? ഈ ഡ്രോണിൻ്റെ പരിശോധന അത് എത്ര തവണ നടന്നു? എന്തെങ്കിലും സിഗ്നൽ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സൂചകങ്ങളായിട്ടോ മറ്റോ ലഭിക്കുന്നുണ്ടോ? കൺട്രോൾ റൂമിൽ നിന്ന് എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ? അപ്പോൾ ഈ തടി സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണം കൂടി വന്നിട്ടുണ്ടല്ലോ. പ്രതീക്ഷ, നിലവിൽ ഏറ്റവും ഒടുവിലായി ദൗത്യസ്ഥലത്ത് നടന്നത് നാവികസേനയുടെ ബോട്ട് ഒരിക്കൽ കൂടി പുഴയിലേക്ക് ഇറങ്ങി പരിശോധന നടത്തി എന്നതാണ്. 2:20 അവർ പുഴയിലേക്ക് ഇറങ്ങിയത്. ഇപ്പോൾ ഏതായാലും തിരികെ കരക്ക് കയറുകയും ചെയ്തിട്ടുണ്ട്. അതായത് പുഴയുടെ ഒഴുക്ക് അതൊന്ന് പരിശോധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ബോട്ട് വീണ്ടും പുഴയിലേക്ക് ഇറങ്ങിയത്. കാലാവസ്ഥ അനുകൂലമായി നിൽക്കുന്നു എന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. മഴ മാറി നിൽക്കുന്നുണ്ട്.
അതുകൊണ്ട് വീണ്ടും ഒഴുക്കൊന്ന് പരിശോധിച്ചത് അനുകൂലമായി ഒരു അനുകൂല സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ പുഴയിലേക്ക് ഡൈവ് ചെയ്യുക എന്നൊരു ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ വീണ്ടും പുഴയിലേക്ക് വന്ന് പരിശോധിച്ചിട്ടുള്ളത്. പക്ഷേ 10 മിനിറ്റിന് ശേഷം വീണ്ടും കരക്ക് കയറുകയാണ് ഉണ്ടായത്. 2 തവണ, അതായത് ഈ ട്രക്ക് ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്തേക്ക് 2 തവണ വന്ന് ബോട്ട് ഓഫ് ചെയ്ത് പരിശോധിക്കാനുണ്ടായത്. ഒഴുക്കിന് കുറുകെ എതിർ ദിശയിൽ വന്നാണ് ഈ ട്രക്കിന്റെ അടുത്തേക്ക് വരുന്നത്. അവിടെ എത്തിയതിനു ശേഷം ബോട്ട് ഒന്ന് ഓഫ് ചെയ്ത് നോക്കുന്നു, ഒഴുക്ക് എത്രത്തോളമാണെന്ന് പരിശോധിക്കുകയാണ്. നേരത്തെ ഉച്ചയ്ക്ക് മുൻപും പലതവണയായി നാവികസേനയും NDRF-ഉം ഈ പ്രവൃത്തി തുടർന്നതാണ്. പക്ഷേ ശക്തമായ ഒഴുക്കാണ്, ഡൈവ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമല്ല എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അതിനുശേഷം വീണ്ടും ആ ഒഴുക്കിന്റെ സ്ഥിതി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അവർ വന്നത്. തിരികെ കരയിലേക്ക് തന്നെ പോയിട്ടുണ്ട്. ഡ്രോൺ പരിശോധന ഇപ്പോൾ നടക്കുന്നില്ല എന്നത് കൂടിയാണ്. രാഹുൽ കാലാവസ്ഥ എങ്ങനെയുണ്ട്? കാലാവസ്ഥ നിലവിൽ മഴ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇന്ന് കാര്യമായി രാവിലെ 10 മണി വരെയൊക്കെ തന്നെ മഴയുണ്ടായിരുന്നു. പിന്നീട് ഇടവേളകളിൽ മഴ പെയ്തു, ശക്തമായ കാറ്റുമുണ്ടായി. ഇപ്പോൾ എന്തായാലും ഏകദേശം ഒരു മണിക്കൂറിലധികം സമയമായി മഴ മാറി നിൽക്കുന്നു, പൂർണ്ണമായും തന്നെ മാറി നിൽക്കുന്നു എന്ന സ്ഥിതിയാണ്. പക്ഷേ മാനം തെളിഞ്ഞിട്ടില്ല. ഇവിടെ അങ്കോല ഷിരൂരൊക്കെ അടങ്ങുന്ന ഈ പ്രദേശത്ത് ഓറഞ്ച് അലേർട്ടാണ് നിലനിൽക്കുന്നത്. ഇന്നലെ റെഡ് അലേർട്ടായിരുന്നു, ഇന്ന് ഓറഞ്ച് അലേർട്ടിലേക്ക് മാറിയിട്ടുണ്ട്. അതിനനുസൃതമായി മഴ പെയ്യുന്ന അളവിലും കുറവ് വന്നിട്ടുണ്ട് എന്നത് തന്നെയാണ്. തീർച്ചയായും രാഹുൽ, എന്തായാലും നേരത്തെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ച വിവരങ്ങൾ തന്നെയാണ് വീണ്ടും രാഹുലിലൂടെയും നമ്മൾ കേട്ടത്. നേരത്തെ KV ശ്രീധരനും K മധുവും ഒക്കെ വിവരിച്ച കാര്യങ്ങൾ, അതിനപ്പുറത്തേക്ക് പുതിയ വിശദാംശങ്ങളായി നമുക്ക് വരുന്നില്ല. രാഹുൽ, എന്തായാലും പുതിയ വിവരങ്ങൾ ആ ഗ്രൗണ്ടിൽ നിന്നും തേടുക. രാഹുലൊക്കെ ഇത്രയും ദിവസമായി അവിടെ തങ്ങി നിൽക്കുകയാണ്, ഒരുപാട് ശാരീരിക അവസ്ഥകളൊക്കെ ഉണ്ട്. അതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒന്ന് ഈ നമ്മുടെ വിലയിരുത്തലുകളിലേക്ക് കൂടി പോകണം. ഒരുപാട് ഈ മേഖലയിൽ പ്രവർത്തിച്ച ആളുകളുടെ കൂടി ഇത്തരം മേഖലകളിൽ ദുരന്തമുഖത്തൊക്കെ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ആളുകളുടെയൊക്കെ തന്നെ അഭിപ്രായങ്ങളാണ് നമ്മൾ തേടിക്കൊണ്ടേയിരിക്കുന്നത്. നമ്മോടൊപ്പം ഇപ്പോൾ ഒരു അതിഥി കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. അരുൺ ഭാസ്കർ, ഫയർഫോഴ്സിൻ്റെ ജില്ലാ മേധാവി കൂടിയാണ്. അരുൺ ഭാസ്കർ ഇത്തരത്തിലുള്ള ദുരന്ത മുഖങ്ങളിലൊക്കെ തന്നെ പരിചയസമ്പത്ത് പ്രകടിപ്പിച്ചുള്ള വ്യക്തിയാണ്. ശ്രീ അരുൺ ഭാസ്കർ, ഇപ്പോൾ നമുക്ക് ഗ്രൗണ്ടിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഞങ്ങളുടെ പ്രതിനിധികൾ പങ്കുവെച്ചതനുസരിച്ച് ഈ വാഹനത്തിനരികിലേക്ക്, കാരണം വാഹനം ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്, ആ ലൊക്കേറ്റ് ചെയ്ത അരികിലേക്ക് പോകാൻ കഴിയുന്നില്ല. സ്കൂബ ടീമിന്, ഡൈവേഴ്സിന് പോകാൻ കഴിയുന്നില്ല, കാരണം അത്തരം കുത്തൊഴുക്കാണ്. പിന്നീടുള്ളത് സീറോ ഡെൻസിറ്റി, വളരെ പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. ഇപ്പോൾ ഈ ഐബോർഡ് ഡ്രോൺ ഉപയോഗിച്ച്, കാരണം സാങ്കേതിക വിദ്യയൊക്കെ ആയി ബന്ധപ്പെടുത്തിയുള്ള ഒരു നിരീക്ഷണമാണ്. അത് പ്രത്യേകമായി പരിശീലനം സിദ്ധിച്ചിട്ടുള്ള മുൻ മേജർ ജനറൽ കൂടി ഇന്ദ്രബാലൻ അങ്ങനെ നേതൃത്വം നൽകിക്കൊണ്ട് പ്രത്യേകമായിട്ടുള്ള ഒരു കൺട്രോൾ റൂമൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. അങ്ങനെ വിശദാംശങ്ങൾ തേടിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തൊക്കെ വെല്ലുവിളി താങ്കൾ അവിടുത്തെ ഒരു സാഹചര്യമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പറയാൻ കഴിയും താങ്കൾക്ക്? ഓക്കെ, നോർമലി അണ്ടർ വാട്ടർ ഡൈവിങ് നമുക്ക് 100 അടി വരെ നമ്മൾ ഡൈവ് ചെയ്തിട്ടുണ്ട്. കേരള റെസ്ക്യൂ ടീം ആയാലും 100 അടി വരെ ഒക്കെ ഡൈവ് ചെയ്യുന്നതിന് നമുക്ക് പ്രശ്നമില്ല. അപ്പൊ നോർമലി ഒരു 10-20 മിനിറ്റ് ഒക്കെ വർക്ക് ചെയ്യാൻ നമുക്ക് നോർമലായിട്ട് വർക്ക് ചെയ്യാം വെള്ളത്തിനടിയിൽ. പക്ഷെ ഇവിടെ അടിയൊഴുക്ക് കൂടുതലാണെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. കാരണം അത് ഒഴുക്കിൽപ്പെട്ട് പോകാനൊക്കെ നമുക്ക് ആങ്കർ ചെയ്ത് ഉറപ്പിച്ച് അവിടെ താഴെ ഉറപ്പിച്ച് നിൽക്കാനുള്ളത്. അപ്പൊ നമ്മൾ ഹെവി ആങ്കറൊക്കെ വെച്ചിട്ട്, വെയിറ്റ് കൂടി ആങ്കറൊക്കെ കരയിൽ വെച്ചിട്ട് നമ്മൾ ആങ്കർ ചെയ്ത് അടിയൊഴുക്കുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഫയർ റെസ്ക്യൂ കേരളത്തിൽ ചെയ്യാറുണ്ട്. പക്ഷെ ഒരു പരിധി കൂടുതൽ അടിയൊഴുക്കുണ്ടെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം അവിടെ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് വർക്ക് ചെയ്യാൻ പറ്റാത്തവരും ആ ഒരു ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് പിന്നെ കലങ്ങിയ വെള്ളം, അതായത് ക്ലിയർ അല്ലാത്ത വെള്ളം വരുമ്പോഴും കുറച്ച് ബുദ്ധിമുട്ട്. പക്ഷെ എന്നാലും നമുക്ക് വിസിബിലിറ്റി ഇല്ലെങ്കിലും നമുക്ക് കൈ കൊണ്ട് നമ്മൾ ഫിസിക്കലായിട്ട് മറ്റ് സെർച്ച് രീതിയിൽ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും, ഏകദേശം ഒരു ലൊക്കേഷനൊക്കെ അറിയാന്നുണ്ടെങ്കിൽ. പക്ഷേ ഈ അടിയൊഴുക്കിന്റെ പ്രശ്നം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ട് അറിയാൻ പറ്റും. ഒരു മീഡിയം ഒഴുക്കിനൊക്കെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഒരു പരിധി വരെയുള്ള ഒഴുക്കിനൊക്കെ നമ്മൾ കേരള ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ അണ്ടർ വാട്ടർ ടീമുണ്ട്, ഡൈവിംഗ് ടീം. അരുൺ ഭാസ്കർ, കാരണം 250ഓളം, കാരണം ഈ സ്വാഭാവികമായ നദിയുടെ ദൂരം ഒരു 219 മീറ്ററൊക്കെ ആണെങ്കിലും ഈ വെള്ളപ്പൊക്കത്തിന് ശേഷം, ഈ ദുരന്തത്തിന് ശേഷമൊക്കെ തന്നെ ഇതിന്റെ സ്വാഭാവികമായിട്ടുള്ള ആ വീതി ഒരു 250 മീറ്ററൊക്കെ കടന്നിട്ടുണ്ട്. ഇവിടെ ഒരു ചാല്, ഈ കുത്തൊഴുക്ക് തടയാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കാരണം മറ്റ് മാർഗങ്ങൾ എന്തെങ്കിലും, ഇതിൻ്റെ ഒഴുക്ക് തടയാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും നമുക്ക് മനസ്സിലാക്കണം, ഈ മണ്ണ് വീണ് അടിഞ്ഞിട്ടുണ്ട്. അത് പല പല കൂനകളായിട്ടൊക്കെ തന്നെ ഈ ഗംഗാവലി പുഴയിൽ മാറിയിട്ടുമുണ്ട്. അങ്ങനെ എന്തെങ്കിലും നമുക്ക് പരുവപ്പെട്ട ഒരു സാഹചര്യം, ഇത് കുത്തൊഴുക്ക് നീണ്ടുപോയി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന സാങ്കേതിക വിദ്യ ഉണ്ടോ?
മണ്ണ് പല സ്ഥലങ്ങളിലും വീണ ഒരു പ്രശ്നമാണ്. അപ്പൊ കുറെയൊക്കെ നീക്കം ചെയ്ത് ഒഴുക്ക് മാറ്റേണ്ടിയൊക്കെ വരും. കാരണം പല സ്ഥലങ്ങളിലും മണ്ണ് നിറഞ്ഞ് ആ പടി ഒഴുകി പോകാൻ തടസ്സത്തിനൊക്കെ ആയിട്ട് അതൊക്കെ നിൽക്കുമായിരിക്കും. കാരണം ആ പുഴ നികരുന്ന രീതിയിൽ മുകളിലേക്കൊക്കെ മണ്ണ് കിടക്കുവാണ്. അപ്പോഴും ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കുറെ റിമൂവ് ചെയ്യാനൊക്കെ കുറെ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മള് അത് കുറച്ച് മണ്ണ് മാറ്റാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്ന് പറയുന്നു. അല്ലാതെ നമുക്ക് വെള്ളം കെട്ടി നിർത്തി ഡാം പോലെ കെട്ടി നിർത്താനൊക്കെ അവിടെ പറ്റുമോന്ന് അറിയില്ല. ബുദ്ധിമുട്ടാവും പ്രായോഗികമായിട്ട് പല കാര്യങ്ങളും. ഡാം പോലെ കെട്ടി നിർത്താനൊക്കെ ബുദ്ധിമുട്ടാവും. പിന്നെ കുറെയൊക്കെ മണ്ണൊക്കെ റിമൂവ് ചെയ്തിട്ട് അതിന്റെ ഒഴുക്ക് ചാല് തിരിച്ചുകൂടി അല്ലെങ്കിൽ ഡൈവേർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അടിയൊഴുക്ക് വരുമ്പോൾ ഒരു പരിധിക്കുള്ളിൽ പക്ഷെ കുറെ ടൈം വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ കുറയുമായിരിക്കും മേ ബി. കാരണം ഇപ്പൊ 2 മണിക്കൂർ മഴ കുറെ സമയമായിട്ട് ഇല്ല എന്ന് പറയുന്നു. അപ്പൊ ഒരു പരിധിയിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് മഴ പെയ്താലും ചിലപ്പോൾ ഇഷ്യൂസ് ഉണ്ടാവാം. ഈ മറ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. പക്ഷെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം. പക്ഷെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളതാണ് നമുക്കൊരു. കാരണം ഈ ഒരു 5 മിനിറ്റൊക്കെ താഴെ നിൽക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്കൊരു ആങ്കർ ചെയ്യാം, ഒരു ലോക്കൊക്കെ ഇട്ട് ഹുക്കൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും. പക്ഷെ നേവി അത് ചെയ്യും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ട്രൈ ചെയ്യണം. അവര് സേഫ്റ്റി പൂർണ്ണമായിട്ടും അതായത് നമുക്ക് നമ്മുടെ അതായത് അവിടെ ഇറങ്ങുന്ന ടീമിന്റെ കൂടി അവരുടെ കൂടി സുരക്ഷിതത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഈ ഹാങ് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് സാധാരണ നിലയിൽ എങ്ങനെയാണ് അത് ചെയ്യുന്നത്? കാരണം കുത്തൊഴുക്ക് ഇത്രയും നിലയിലുണ്ട്, വിസിബിലിറ്റിയും ഞാൻ പറഞ്ഞതുപോലെ തന്നെ അതും പ്രധാനപ്പെട്ട ഒരു ചലഞ്ചാണ്. അപ്പോൾ ഈ ഹാങ്ങിങ് സംവിധാനം എങ്ങനെയായിരിക്കും അത് നമുക്ക് ഹുക്ക് റോപ്പൊക്കെ ഇട്ട് അയൺ റോപ്പൊക്കെ ഇട്ട് ഹുക്ക് കൊടുക്കാം, താഴെ പോയി ഹുക്ക് കൊടുക്കാം. ഹുക്ക് കൊടുത്തിട്ട് മേളിൽ ക്രെയിൻ ഉപയോഗിച്ച് ലിഫ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ലിഫ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പൊ വെള്ളം മാത്രമാണെങ്കിൽ ലിഫ്റ്റ് ചെയ്യുന്നതിന് അത്ര വെയിറ്റ് വരുന്നില്ല. കാരണം വെള്ളത്തിന് പൊങ്ങുന്നതിന് ബോഡിക്ക് ഇപ്പം ചെളിയിൽ താഴ്ന്നു കിടക്കുകയാണെങ്കിലൊക്കെയാണ് കുറച്ച് വെയിറ്റ് കൊടുക്കേണ്ടത്. അപ്പൊ ക്രെയിനിൽ കൊടുത്തിട്ട് കരയിൽ ഇപ്പൊ അത്രയും വലിയ ക്രെയിൻ വന്നിട്ടുണ്ട്. അപ്പൊ അതിന് എൻഡിലൊക്കെ കൊടുത്തിട്ട് വലിച്ചു കയറ്റാവുന്നേ ഉള്ളൂ. കാരണം എനിക്ക് തോന്നുന്നു 15 അടി ആ താഴ്ചയൊക്കെ അത്രേ വരുന്നുള്ളൂ. 15 അടി 20 അടി താഴ്ചയൊക്കെ വരുന്നുള്ളൂ. അപ്പൊ അതിൽ നോർമലി ചെളിയിൽ പൊതഞ്ഞാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് വലിച്ചു കയറ്റാൻ ക്രെയിനിന്റെ സഹായം വേണ്ടി വരും. അല്ല എന്നുണ്ടെങ്കിൽ നോർമലായിട്ട് വലിയ വെള്ളത്തിനടിയിലുള്ള വസ്തു കണ്ട് വെയിറ്റ് ഉണ്ടാവില്ല, നോർമലി പൊങ്ങി വരും. പക്ഷെ ചെളിയിൽ പൊതഞ്ഞു കിടക്കുകയാണെങ്കിൽ കുറച്ച് ആ ഭാഗം ഒന്ന് പൊക്കാൻ വേണ്ടി കുറച്ച് വെയിറ്റ് കൊടുക്കേണ്ടി വരും. പക്ഷെ അത് നമ്മൾ നോർമലി ചെയ്യുന്നതാണ്. ഇങ്ങനെ ക്രെയിനിൽ ഹുക്ക് കൊടുക്കുന്നതൊക്കെ നോർമലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഹുക്ക് കൊടുക്കാൻ പറ്റും, റോപ്പ് അയൺ റോപ്പൊക്കെ ഇട്ടിട്ട് കൊടുക്കാൻ പറ്റും. പക്ഷെ ഒരു 5 മിനിറ്റ് അവിടെ നിൽക്കാൻ പറ്റണം, നിന്ന് സൗകര്യപൂർവ്വം വർക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. അടിയിൽ വെള്ളത്തിനടിയിൽ അതാണ് അവർക്ക് പറ്റാതെ അവർ പറയുന്നത്. അടി കൂടുതലായതുകൊണ്ട് വിസിബിലിറ്റി ഇല്ലെങ്കിലും ചെയ്യാൻ പറ്റും. കലങ്ങിയ വെള്ളമാണ്, കുറച്ച് ബുദ്ധിമുട്ടായാലും കുറെ സമയം എടുത്ത് സെർച്ച് ചെയ്ത് നമുക്ക് അവിടെ എത്താൻ പറ്റും. ഏകദേശം ലൊക്കേഷൻ അറിയാമെങ്കിൽ എത്താൻ പറ്റും. പക്ഷെ അവിടെ നിൽക്കാനുള്ള സാഹചര്യമാണ് വേണ്ടത്. അപ്പൊ അത് നമുക്ക് ഇവിടെ ഇരുന്ന് നമുക്ക് അങ്ങനെ ഒരു പരിധി കൂടുതൽ അവരെ അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ആ സാഹചര്യം അവർക്കേ അറിയാവുള്ളൂ. നമ്മൾ പക്ഷെ അത് കുറെയൊക്കെ നമ്മൾ ഇവിടെ കേരള ഭരണസ്കി ടീമിന്റെ ട്രെയിനിങ്ങിലും അവര് ചില വർക്കിനും അവർ ചെയ്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ചെയ്തിട്ട് അവർ ഒഴുകി പോയിട്ടുമുണ്ട്. 1/2 കിലോമീറ്റർ ദൂരം അവര് ആൾക്കാർ ഹെവി ആങ്കറൊക്കെ വെയിറ്റ് കൂടി ആങ്കറൊക്കെ കരയിൽ ഇട്ടിട്ട് ഉറപ്പിച്ച് നിർത്തിയിട്ടൊക്കെ പോയി മുങ്ങിയിട്ട് ഈ അടിയൊഴുക്കുള്ള സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ വർക്ക് ചെയ്ത ആൾക്കാർ കുറച്ച് ദൂരം ഒഴുകി പോയിട്ടൊക്കെ ഉണ്ട്. കുറച്ച് റിസ്ക് ഉണ്ട്. കാരണം മുഖത്ത് വെച്ചിരിക്കുന്ന ഈ ഫേസ് മാസ്ക്, ഈ അണ്ടർ വാട്ടർ സ്കൂബ സെറ്റിന്റെ മാസ്ക് ഒക്കെ ചിലപ്പോൾ ഇളകി പോകാനൊക്കെ സാധ്യത ഉണ്ടെങ്കിൽ അത് കൂടുതൽ ഡേഞ്ചർ ആവും. അങ്ങനെ ഒരുപാട് സേഫ്റ്റി നോക്കിയിട്ടൊക്കെ ആയിരിക്കും നേവി ഇറങ്ങുന്നത്. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കാം മേ ബി അവര് അത് മാറ്റി വെക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ നമ്മളിപ്പോൾ പുതിയ വിവരമനുസരിച്ച് ഈ വാഹനത്തിൽ 43 ടണ്ണോളം ഈ തടി ഉൾപ്പെടെ ഉള്ള വാഹനമായിരുന്നു. ആ വാഹനത്തിൽ തടിയാണ് ഇപ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നത്. അത് 8 കിലോമീറ്റർ ദൂരെയാണ് ഈ തടി അവിടെ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വാഹനം ഒരു പക്ഷേ അതിൻ്റെ ഘടനയൊക്കെ തന്നെ അപ്പാടെ മാറിയിരിക്കില്ലേ? കാരണം അത്രമേലൊരു ഫോഴ്സ്ഫുള്ളി ഇതൊരു ഈ പുഴയിലേക്ക് പതിക്കുമ്പോൾ ഉണ്ടാകാവുന്ന നമുക്ക് ഈ തടി കഷ്ണങ്ങളൊക്കെ ലഭിക്കുമ്പോൾ ഈ ക്യാബിൻ ഒരു പക്ഷേ മാറിക്കാണുമ്പോൾ ഇപ്പോൾ വാഹനം മറിഞ്ഞ് തലകീഴായി കിടക്കുന്നതായിട്ടാണ് നമുക്കിപ്പോൾ സിഗ്നൽ ലഭിക്കുന്നത്. അങ്ങനെ നമുക്കിപ്പോൾ ഒരു 2 ദിശയിൽ നിന്ന് അങ്ങും ഞാനും ഇങ്ങനെ ഊഹിക്കുന്നു. പക്ഷേ അങ്ങേക്ക് ഇത് കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഇത്തരം ദുരന്തമുഖങ്ങളിൽ നിൽക്കുന്ന വ്യക്തി എന്ന നിലയിൽ കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ചില ഊഹങ്ങൾ എന്താണ് സാധ്യമാകുന്നത്? നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ അത് കുറച്ച് മാറിപ്പോകാനുള്ള ചാൻസുകളൊക്കെ ഉണ്ടാവും. കാരണം തടി മാറിക്കഴിഞ്ഞ് തടി അന്ന് വിട്ടു പോവുകയാണെങ്കിൽ അത് ഡിസ്റ്റൻസ് രണ്ട് തരത്തിലുള്ള മെറ്റീരിയൽസ് ആണ്. അപ്പൊ കുറച്ച് ദൂരം അത് പോകാൻ പക്ഷെ ഏകദേശം ഒരു വിസിബിലിറ്റി കുറെയൊക്കെ അടുത്തൊക്കെ ഉണ്ടാവും. പക്ഷെ രണ്ടും ഒരു സ്ഥലത്ത് ഉണ്ടാവണമെന്നില്ല. കാരണം നമുക്ക് തന്നെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഇപ്പൊ ആ ഒരു ലാൻഡ് സ്ലൈഡ് പാത്തിൽ വന്നു പോയി കഴിഞ്ഞാൽ എങ്ങോട്ട് പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞങ്ങൾ അറ്റൻഡ് ചെയ്ത കോളിലൊക്കെ പലപ്പോഴും പല വീടുകളിലും ആ ലാൻഡ് സ്ലൈഡ് തുടങ്ങിയ സ്ഥലത്ത് നിന്ന് വീടിന്റെ അകത്തുനിന്ന് തന്നെ ആ ബോഡി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ചിലതൊക്കെ 100 മീറ്റർ താഴെ, 200 മീറ്റർ താഴെ, 1/2 കിലോമീറ്റർ താഴെ ഉള്ള കിട്ടിയിട്ടുണ്ട്. അതുപോലെ വെള്ളത്തിൽപ്പെട്ട് ഒഴുകിപ്പോയത് 1 കിലോമീറ്റർ താഴെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു വ്യത്യാസം വരും പല സ്ഥലങ്ങളിലും.
പക്ഷെ അതാണ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ ഏരിയയും ക്ലിയർ ചെയ്യും. ഇപ്പൊ ടോപ്പ് ടു ബോട്ടം നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ലോറി ഏകദേശം പോയി എന്നല്ല നിർത്തിയിട്ടൊന്ന് സംശയമുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ദൃക്സാക്ഷികൾ ആരെങ്കിലും അറിയിച്ച സ്ഥലത്ത് ആ സ്ഥലം തൊട്ട് നമ്മൾ അതിന്റെ കുറച്ച് ടോപ്പ് ലെഫ്റ്റ് റൈറ്റ് ആ ഏരിയ കംപ്ലീറ്റ് ക്ലിയർ ചെയ്യും. താഴെ അറ്റം വരെ ക്ലിയർ ചെയ്യും. എന്നിട്ട് ഈ മണ്ണ് നീക്കിയിരുന്ന മണ്ണ് ഒരിക്കലും സെർച്ച് ചെയ്യാത്ത സ്ഥലത്തേക്ക് മണ്ണ് നീക്കിടാൻ പറ്റും. സെർച്ച് ചെയ്ത സ്ഥലത്ത് മാത്രമേ മണ്ണ് നീക്കാവൂ. അല്ലെങ്കിൽ ഈ മണ്ണ് വീണ് പിന്നെ നമ്മൾ സെർച്ച് ചെയ്ത് ഏതാ അറിയാൻ പറ്റാതെ പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും. അതൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒഴിവാക്കിയിട്ട് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. എല്ലാ ഏരിയയും ക്ലിയർ ഔട്ട് ചെയ്ത് ഇപ്പൊ കരയിൽ എല്ലാ ഏരിയയും ക്ലിയർ ഔട്ട് ചെയ്തിട്ട് നേരെ പുഴയിലേക്കാണ് പോകേണ്ടത്. അപ്പൊ അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് സെർച്ചാണ് ആക്ച്വലി ചെയ്യേണ്ടത്. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസങ്ങളിൽ കുറച്ച് അത് ഡൈവേർട്ട് ആയിട്ടുണ്ട്. കാരണം അത് സിഗ്നൽ നോക്കിയിട്ട് റഡാർ സിഗ്നൽ നോക്കിയിട്ട് സെർച്ച് ചെയ്തു, മെറ്റൽ ഡിറ്റക്ടർ വെച്ച് സെർച്ച് ചെയ്തു. കാരണം നമുക്കൊരു ടെക്നോളജിക്ക് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. റഡാർ GPS റഡാർ ഒക്കെ ഒരു സോയിൽ എല്ലാ സോയിലും വർക്കാവും. ഇലക്ട്രിക്കൽ കണ്ടക്റ്റീവ് സോയിൽസിൽ നിന്നും അത് ഒരു പരിധിക്കുള്ള ഡെപ്തിലേക്ക് പോകില്ല. അപ്പൊ 30 മീറ്റർ വരെ പോകുന്ന റഡാറൊക്കെ ഉണ്ട്, GPS സിസ്റ്റം ഉണ്ട്. പക്ഷെ അത് ഒരു പക്ഷേ ഒരു ഡ്രൈ ആയിട്ടുള്ള ഐസോ അല്ലെങ്കിൽ സോളിഡ് മെറ്റീരിയലിന് മാത്രമേ പോവുള്ളൂ. ഇപ്പൊ ക്ലേ പോലുള്ള സാധനങ്ങൾ, സാൾട്ട് പോലുള്ള സാധനങ്ങൾ, ഇപ്പൊ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉള്ള സോയിൽ ഉണ്ടെങ്കിൽ അത് ഒരു പരിധിക്കുള്ള ഡെപ്തിലേക്ക് പോവില്ല, അതിനെ തടയും. റേഡിയോ വേവ്സ് ആണ് പോകുന്നത്. അതുപോലെ തന്നെ മെറ്റൽ ഡിറ്റക്ടർ വെച്ചാലും നമുക്ക് ചിലപ്പോൾ ഈ മെറ്റൽ പലതരത്തിലുള്ള മെറ്റൽസ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം. ലോറിയിൽ തന്നെ ആവണമെന്നില്ല, പാറയിലുള്ള റോക്കിലുള്ള മിനറൽസ്, ഫെറസ്, അയൺ പോലുള്ള സാധനങ്ങൾക്ക് അതൊക്കെ ഡിറ്റക്ട് ചെയ്യാം. അപ്പൊ അതൊക്കെ ഒരു കുറച്ച് ക്ലിയർ ആവണമെന്നില്ല. ആ സിഗ്നലിൽ നമ്മൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. നമ്മൾ ചെയ്യേണ്ടത് ആ ഏരിയ മൊത്തം ക്ലിയർ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ക്ലിയർ ഔട്ട് ചെയ്തിട്ടാണ് നമ്മൾ താഴെയറ്റം വരെ എത്തേണ്ടത്. അപ്പൊ അത് അതിനകത്ത് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. നമുക്ക് ഈ ഇങ്ങനെയുള്ള രക്ഷാബോധം നടത്തുമ്പോൾ നമ്മുടെ ഓഫീസർ ഒരു ഇൻസിഡന്റ് റെസ്പോൺസ് സിസ്റ്റം ഞങ്ങളോട് ചെയ്യുന്ന ഇൻസിഡന്റ് റെസ്പോൺസ് സിസ്റ്റം എന്ന് പറയും. അപ്പൊ അത് ഇൻസിഡന്റ് കമാൻഡർ ഉണ്ടാവും, ഓപ്പറേഷണൽ ചീഫ് ഉണ്ടാവും, അവരുടെ അണ്ടറിലാണ് ബാക്കി ടീമുകളെല്ലാം വരും. അപ്പൊ ആ ടീം ഇപ്പൊ അതിനകത്ത് NDRF ഉണ്ടാവും, ആർമി ഉണ്ടാവും, ചിലപ്പോൾ നേവി ഉണ്ടാവും, ഫയർഫോഴ്സ് ഉണ്ടാവും, SDRF ഉണ്ടാവും. ഈ ടീമിനൊക്കെ കോർഡിനേറ്റീവ് ലീഡർ ഉണ്ടാവും. പിന്നെ ഈ പ്ലാൻ ഓഫ് ഓപ്പറേഷനും പ്ലാൻ ഓഫ് ആക്ഷനും ഒക്കെ ഇവരാണ് തീരുമാനിക്കുന്നത്. അത് മറ്റുള്ളവർ പറഞ്ഞിട്ട് അവിടെ നോക്കി ഇവിടെ നോക്കുന്നു അതിൽ സെർച്ച് ചെയ്യാൻ പാടില്ല. നമുക്ക് പല സൈഡിൽ നമുക്ക് അനുഭവമുണ്ട്. ഈ ദുരന്തത്തിൽ നമ്മളെ സംബന്ധിച്ചുള്ള ഒരു മിസ്ഇൻഫർമേഷൻസ് ഒരുപാട്. ആ മിസ്ഇൻഫർമേഷന്റെ പുറകെ പോകുന്നു, ആ സിസ്റ്റം പോകുന്നു. നോക്കുക, നമ്മൾ ഓരോ സംവിധാനങ്ങളെയും ഡിപ്ലോയ് ചെയ്യുന്നത് പോലും ചുവപ്പ് നാടകൾ അഴിച്ച് വേണ്ടി വന്നു. കാരണം ദുരന്ത നിവാരണ രംഗമാണ്, ദുരന്തത്തെ ഫേസ് ചെയ്യുന്ന ഒരു സമയത്ത്. അപ്പോൾ ഒരുപാട് മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ ഇതൊരു ഐ ഓപ്പൺ. നേരത്തെ ഞാൻ കേണൽ ഡിന്നിയോട് ചോദിച്ചപ്പോഴും അവരൊക്കെ പറയുന്നത് ഇതിലെ ഒരുപാട് അപാകതകളെ കുറിച്ചാണ്. ഇതൊരു ഐ ഓപ്പൺ ആയത് മാറണം ഇത് നാളത്തേക്ക് എങ്കിലും. അതുകൊണ്ട് എന്തൊക്കെയായിരുന്ന ഒരുപക്ഷെ ആദ്യം ചെയ്യേണ്ട കാര്യം അവസാനം ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് ഡിലേ ഉണ്ടാകുന്നു. പിന്നെ കാലാവസ്ഥ നമ്മുടെ മനസ്സിനൊപ്പമോ അല്ലെങ്കിൽ നമ്മുടെ രീതിക്കൊപ്പമോ കാലാവസ്ഥ നിൽക്കില്ല. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ള പിഴവുകൾ ഇവിടെ എത്രത്തോളം ഈ കാലതാമസം ഇന്ന് 10ാം ദിവസമായിരിക്കുന്നു അരുൺ. 10 ദിവസം കഴിഞ്ഞ് അതും ഇപ്പോഴും നമുക്ക് ചില അങ്ങനെ സൂചകങ്ങൾ അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞിങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നുമുള്ളൂ. അപ്പോൾ ആ അവസ്ഥയിലേക്ക് എത്തിച്ചതിന്റെ കാരണങ്ങൾ അത് നമുക്ക് പഠിക്കേണ്ടത് തന്നെയല്ലേ? തീർച്ചയായിട്ടും. ഇവിടെ നമ്മൾ പറയാം, നമ്മളൊരു ഓഫീസേഴ്സ് ആണ്. നമ്മൾ നേവി ആയാലും ആർമി ആയാലും NDRF ആയാലും ഫയർ ആൻഡ് റെസ്ക്യൂ ടീം ആയാലും നമ്മളൊക്കെ വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഓഫീസർ. അപ്പൊ ഞങ്ങളൊക്കെ തന്നെ എത്രയോ ലാൻഡ്സ്ലൈഡ്, കവളപ്പാറ, പുട്ടിമുടി തൊട്ട് ഏറ്റവും വലിയ ലാൻഡ്സ്ലൈഡ് 2018 ഫ്ലഡ് കഴിഞ്ഞിട്ട് ഏറ്റവും ലാൻഡ്സ്ലൈഡ് ഉണ്ടായ കേരളത്തിലാണ്. 19 ഉണ്ടായി, 18 കുറാഞ്ചേരി ഉണ്ടായി, 19 കവളപ്പാറ ഉണ്ടായി, 20 പെട്ടിമുടി ഉണ്ടായി, 21 പിന്നെ അങ്ങോട്ട് കട്ടിപ്പാറ, കൊക്കയാറ്, പുത്തുമല, അങ്ങനെ ലാൻഡ്സ്ലൈഡുള്ള പരമ്പര തന്നെ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവിടെയൊക്കെ വർക്ക് ചെയ്ത നമ്മുടെ ടീമാണ്. പക്ഷെ ഈ കുറച്ച് 1-2 പേര് ഈ നമ്മുടെ കേരളത്തിലൊന്നും അങ്ങനെ കാര്യമായിട്ട് വർക്ക് ചെയ്യാത്ത, അല്ല നമ്മുടെ സ്പോട്ടിലൊന്നും നമുക്ക് കാര്യമായിട്ട് റോള് ചെയ്യാത്ത ആൾക്കാരൊക്കെയാണ് പലരും വളരെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്നുള്ള രീതിയിൽ അവരുടെ അഭിപ്രായങ്ങൾ പറയും, അൺസയന്റിഫിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾ പറയുകയും ചെയ്യും. പക്ഷെ നമുക്ക് ഒരു കാര്യത്തിൽ ഈ വോളണ്ടിയർ ടീമിനെ നമ്മൾ അംഗീകരിക്കുന്നത്, കാരണം അവര് സ്വന്തം ജീവൻ പോലും പണയം വെച്ചിട്ട് രക്ഷാബോധം ഇറങ്ങുന്ന ആൾക്കാരാണ്. അപ്പൊ വോളണ്ടിയേഴ്സ് എല്ലാം, കേരളത്തിലെ എല്ലാ വോളണ്ടിയേഴ്സ് നമ്മൾ അംഗീകരിക്കും. അവർ പോയത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ അവരെ ചെയ്യേണ്ടത് ഒരു ഓഫീസേഴ്സ് അവരെ ലീഡ് ചെയ്യണം കറക്റ്റ് ആയിട്ട്. അല്ലാതെ ഇവര് പറയുന്നത് കേട്ട് പോകാൻ പാടില്ല. കാരണം ഒരു 1-2 ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ GPS റഡാർ എങ്ങനെ വർക്ക് ചെയ്യും, ഏതൊക്കെ സോയിൽ അത് വർക്ക് ചെയ്യും, ചെളി ഉണ്ടെങ്കിൽ, അത് ക്ലേ ഉണ്ടെങ്കിൽ, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യുമോ, ആ ഡെപ്തിൽ പോവില്ല. ഇതൊന്നും ഇവർക്ക് അറിയില്ല, ഈ രക്ഷാബോധമായിട്ട് പോകുന്ന ആൾക്കാർക്ക് അറിയില്ല. പക്ഷെ അവര് പറയാം അവിടെ നോക്ക്, സിഗ്നൽ അവിടെ കിട്ടും, ഇവിടെ കിട്ടും, സിഗ്നൽ നോക്കുന്നു പറഞ്ഞ് സെർച്ച് ചെയ്യും. അങ്ങനെ ഡൈവേർട്ട് ചെയ്യാൻ പാടില്ല. അതുപോലെ മെറ്റൽ ഡിറ്റക്ടർ ആയാലും അത് എവിടെ വർക്ക് ചെയ്യും, എവിടെയൊക്കെ വർക്ക് ചെയ്യില്ല, നമ്മുടെ ഓഫീസേഴ്സിനാണ് അറിയാൻ പറ്റുന്നത്. അതൊരിക്കലും അങ്ങനെ മിസ്ലീഡ് ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ ഒരിക്കലും ഒരു SOP പ്രകാരം, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്ററി പ്രൊസീജിയർ പ്രകാരം ഒരു യൂണിഫോം ഫോഴ്സുകൾ നമ്മുടെ ഫോഴ്സ് വർക്ക് ചെയ്യുമ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒരു സിസ്റ്റത്തില് അങ്ങനെ ആരുടെയും അഭിപ്രായം കേട്ടല്ല നമ്മൾ വർക്ക് ചെയ്യും. നമ്മൾക്കൊരു പ്ലാനോ ആക്ഷൻ ഉണ്ടാവും, സ്ട്രാറ്റജി ഉണ്ടാവും. ഇവരെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കൂട്ടാം. ഇവരൊക്കെ നമ്മൾ കേരളത്തിൽ നിന്ന് പോയ ആൾക്കാർ എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ കൂടെ വേണം. അവർ വളരെ നല്ല വർക്കാണ്. ഒരു പക്ഷേ ആദ്യത്തെ ദിവസങ്ങൾ ശ്രദ്ധയില്ലാത്ത കാര്യങ്ങൾ അവർ വന്നിട്ടാണ് നല്ല രീതിയിൽ ശ്രദ്ധ എത്തിച്ചത്.
എന്ത് വർക്കിനും ചെയ്യാൻ റെഡിയുള്ള ആൾക്കാർ, അവരുടെ സ്വന്തം ജീവൻ പോലും പക്ഷേ അവരുടെ സ്വന്തം ജീവൻ റിസ്ക് ആവുന്ന അതും ഈ ലീഡിംഗ് ഓഫീസറാണ് നോക്കേണ്ടത്. ഉദാഹരണം ഞാൻ എത്യോപ്യയിൽ കഴിഞ്ഞ ദിവസം ഒരു ലാൻഡ് സ്ലൈഡിൽ 229 പേരെന്താ മരിച്ചു. അതിൽ പകുതി പേര് മരിച്ച് രക്ഷാപദ്ധതി പങ്കെടുത്ത ആൾക്കാരാണ്. അപ്പൊ ഇവരുടെ സേഫ്റ്റിയും കൂടെ നോക്കണം. അതൊക്കെ നമ്മുടെ ഓഫീസേഴ്സാണ് അവിടെ നോക്കേണ്ടത്. അപ്പൊ ഇവരല്ലാതെ ഇവർക്ക് തോന്നിയതുപോലെ അല്ലെങ്കിൽ ഇവര് അത് പറഞ്ഞു ഇത് പറഞ്ഞു, അവരെ ഞാൻ കുറ്റം പറയുന്നില്ല, അത് ലീഡ് ചെയ്യേണ്ട ആൾക്കാർ കൃത്യമായിട്ട് ഡയറക്റ്റ് ചെയ്ത് ഇവരെ ഉപയോഗിക്കണം. ഇവരെ പോസിറ്റീവായിട്ട് ഇവരുടെ കഴിവുകൾ ഉപയോഗിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അവരൊരിക്കലും ലീഡേഴ്സ് ആക്കി കൊണ്ടുപോകാതെ അവര് നമ്മുടെ അണ്ടറിൽ വർക്ക് ചെയ്യിക്കുക എന്നുള്ളതാണ്. ഞങ്ങളൊക്കെ അതാ ചെയ്യുന്നത്. ഞങ്ങളിപ്പോ കവളപ്പാറ ആയാലും പെട്ടിമുടി ആയാലും കട്ടിപ്പാറ ആയാലും പുത്തുമ്പല ആയാലും ഈ ലോക്കൽ ടീം എല്ലാം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. 100 കണക്കിന് വോളണ്ടിയേഴ്സ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അവർ നമ്മളെ ഹെൽപ്പ് ചെയ്തു, എല്ലാ ബോഡി എടുക്കാൻ എല്ലാത്തിനും നമ്മളെ ഹെൽപ്പ് ചെയ്തു. പക്ഷേ നമ്മൾ അവരുടെ ഗൈഡൻസോ അവരുടെ ഡയറക്ഷൻ പ്രകാരമുള്ള വർക്ക് ചെയ്ത് നമ്മുടെ ടീം, നമ്മുടെ ഫയർ ഓഫീസർമാരുടെ കൺട്രോളിൽ നമ്മുടെ ഒരു കൺട്രോൾ റൂം സെറ്റ് ചെയ്ത് നമ്മുടെ ഒരു ഓപ്പറേഷൻ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് അവരെ മാറ്റിയിട്ട് അങ്ങനെയാണ് അവരെ ഉപയോഗിച്ചത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇവരൊന്നും ഒരിക്കലും ഒരു സ്പോട്ട് ലീഡ് ചെയ്ത, കേരളത്തിൽ എത്രയോ ലാൻഡ് സൈഡ് ഉണ്ടായി, ആ ഒരു ലാൻഡ് സൈഡിൽ ലീഡ് ചെയ്ത ആൾക്കാരല്ല അവിടെ പോയി ഈ അഭിപ്രായങ്ങൾ പറയുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു രക്ഷാബോധം പറഞ്ഞാണ് പാറ ഈ ലോറി സിഗ്നൽ നോക്കി കണ്ടുപിടിച്ചിട്ട് മണ്ണിനടിയിൽ സിഗ്നൽ നോക്കി കണ്ടുപിടിക്കുക. ഏത് സിഗ്നലും ആണെന്ന് പോലും അറിയില്ല. ഏത് സിഗ്നൽ നോക്കി കണ്ടുപിടിച്ചിട്ട് അവിടുന്ന് മണ്ണ് മാറ്റേണ്ട ഒരു കുഴലിട്ടിട്ട്, ഒരു ട്യൂബോ കുഴലോ ഇട്ടിട്ട് അതിൽ നിന്ന് അയാളെ പോയി രക്ഷിക്കാം മണ്ണ് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ അതൊക്കെ ഒരിക്കലും ഇവരൊക്കെ ഒരു ഇപ്പൊ അരുൺ ഭാസ്കർ, ആ കുടുംബത്തിന്റെ നമുക്കറിയാം ഒരു ദുരന്തത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് അതിവൈകാരികതകൾ ഉണ്ടാകാം കുടുംബാംഗങ്ങളുടെ അല്ലെ ബന്ധുക്കളുടെയൊക്കെ. അവരൊക്കെ ആ ഫീൽഡിൽ നിൽക്കുകയാണ്. അപ്പോൾ അവരെയൊക്കെ ചൂഷണം ചെയ്യുന്ന രീതിയിൽ ഒരു മിസ്ഇൻഫർമേഷൻസ് കൊടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ആ ഒരു അവസ്ഥയെ പോലും ചൂഷണം ചെയ്ത തരത്തിലുള്ള സിവിലിയൻസ് അവിടെ സാന്നിധ്യം വരുന്നു. അത് മറ്റൊരു ദുരന്തം കൂടിയാണല്ലേ അരുൺ? തീർച്ചയായിട്ടും ഇവരെല്ലാം ട്രെയിൻഡ് വോളണ്ടിയർ ടീമാണ് നമുക്ക് വേണ്ടത്. നമുക്ക് കാരണം ഒരു ഉദാഹരണം പറയാം. 2017 സമയത്ത് ഈ കോഴിക്കോട് മാൻഹോൾ നൌഷാദ് എന്നുള്ള അദ്ദേഹം 2 പേരെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി അദ്ദേഹം ജീവൻ നഷ്ടപ്പെട്ടു. അപ്പൊ മാൻഹോൾ ആയിരുന്നു, ഓക്സിജൻ ഇല്ല, അത് ചാടിയ ആടെ ഉടനെ മരിക്കുവാണ്. 100% മരണം ഉറപ്പാക്കി. പക്ഷെ അദ്ദേഹം അത്രയും ആത്മാർത്ഥം ഉണ്ടാകൊണ്ടാണ് എടുത്ത് ചാടിയത്. പക്ഷെ നമ്മൾ അങ്ങനല്ല, അങ്ങനെ ഒരാളുടെ ജീവൻ കളയാൻ നമ്മൾ ഉദ്ദേശിക്കുക. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ട്രെയിൻ ചെയ്യിച്ച് ടീം, അപ്പൊ നമ്മളിപ്പോ സിവിൽ ഡിഫൻസ് ആവതാമിത്ര പോലെ കേരളത്തിൽ നമ്മൾ വോളണ്ടിയേഴ്സിനെ ട്രെയിൻ ചെയ്യുന്നു. അവർ കൃത്യമായിട്ട് ഒരു സ്പോട്ടിൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, നമ്മുടെ സേഫ്റ്റി എങ്ങനെ നോക്കണം, നമ്മുടെ റിസ്ക് എങ്ങനെ നോക്കണം, ഇതൊക്കെ പഠിപ്പിച്ചിട്ടാണ് നമ്മൾ. അപ്പൊ ഇതൊന്നും സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാതെ ഒരു ടീം അവിടെ പോയിട്ട് ഞങ്ങൾ എവിടേക്കോ ട്രെയിനിങ്ങിന് പോയി, എവിടേക്കോ അറ്റൻഡ് ചെയ്തു, എവിടേക്കോ ഞങ്ങൾ ദുരന്തങ്ങൾ അറ്റൻഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് വർക്ക് ചെയ്യാൻ പാടില്ല. ഒരു SOP പ്രകാരം അത് പാടില്ല. കാരണം ഇവരെയൊക്കെ നമുക്ക് വേണം. ഇവരൊക്കെ നല്ല ആൾക്കാരാണ്, എന്ത് ജോലിയും ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ്, എന്ത് ബോഡി ഏത് വെള്ളത്തിലും പണിയെടുക്കുന്ന ആൾക്കാരൊക്കെയാണ്. പക്ഷെ അവർക്ക് സയന്റിഫിക് നോളജ് ഇല്ല. സയന്റിഫിക് നോളജ് പഠിപ്പിച്ചിട്ട് അവരെ ഉപയോഗിക്കാന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം അവർ അസച്ച് ലീഡർമാരാക്കി കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ റോളുണ്ട്. ആ ഡ്യൂട്ടി അവർ കൃത്യമായിട്ട് ചെയ്യുക. ആ രീതിയിൽ അതൊരു ഓഫീസർ, ആ സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നമാണ്. അപ്പൊ ദുരന്ത നിവാരണം എന്ന് പറയുമ്പോൾ സിസ്റ്റം എന്ന് പറയുമ്പോൾ ജില്ലാ കളക്ടറും റവന്യൂ ഡിപ്പാർട്ട്മെന്റ് വരും, അതിൻ്റെ കൂടെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം വരും, പോലീസ് വരും, NDRF വരും, മറ്റ് സെൻട്രൽ ഫോഴ്സ് വരും. ഇതിന്റെ ഒക്കെ ഒരു പാർട്ടായിട്ടാണ് ഈ ലോക്കൽ ടീം, വോളണ്ടിയർ ടീമും NGOs ഒക്കെ വരുന്നത്. പക്ഷെ ഒരിക്കലും അവരല്ല ഒരു ഓപ്പറേഷൻ ഗൈഡ് ചെയ്യേണ്ടത് ഒരു തരത്തിൽ. അപ്പൊ അത് ഇനി ഫ്യൂച്ചറിലായാലും അങ്ങനെ തന്നെ ചെയ്യാം. കാരണം ഇവരുടെ സേഫ്റ്റിയും കൂടെ പ്രശ്നമാണ്. ശരി, തീർച്ചയായും എന്തായാലും തുടരുക. ഒരു ചോദ്യം കൂടി അങ്ങയിലേക്ക് ചോദിക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് ഒരു ഇടവേള കൂടി നമുക്ക് അനിവാര്യമായി വരികയാണ്. അങ്ങനെ അർജുനെയും ലോറിയെയും തേടിയുള്ള ആ രക്ഷാ ദൗത്യം, ആ തിരച്ചിൽ ദൗത്യം അങ്ങനെ അവസാന ഘട്ടത്തിലേക്ക്, നിർണായക ഘട്ടത്തിലേക്ക് എത്തുകയാണ്. അങ്ങനെ ലോറി ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്തേക്ക് കരസേനയുടെ പ്രത്യേക സംഘാംഗങ്ങൾക്ക്, ദൗത്യ സേനാംഗങ്ങൾക്ക് എത്താൻ കഴിയാത്ത വിധം അരികിലേക്ക് അല്പം മുമ്പ് എത്താനായിട്ടുണ്ട്. പക്ഷേ അവിടേക്ക് എത്താൻ കഴിയാത്ത വിധം അടിയൊഴുക്കും അങ്ങനെ കലങ്ങിയ സീറോ വിസിബിലിറ്റിയാണ് ഉള്ളത്. കാരണം കാണാനേ പറ്റുന്നില്ല അടിയിലേക്ക് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അരുൺ ഭാസ്കർ നമ്മോടൊപ്പം തുടരുന്നുണ്ട്. അരുൺ ഭാസ്കർ, ഒരു കാര്യം, കാരണം നമ്മൾ സംയുക്തമായിട്ടുള്ള ഒരു തിരച്ചിലാണ് ഇപ്പോൾ ഈ സംഭവത്തിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കുടുംബത്തെ ഓർക്കുമ്പോഴാണ്, കാരണം കുടുംബത്തിനൊരു ഉത്തരമില്ല, ഓരോ ദിവസവും തള്ളി നീക്കുകയാണ്. കാരണം ഒരു കൺഫർമേഷൻ കിട്ടിയിരുന്നെങ്കിൽ അത് എന്തായാലും അവർക്ക് ആ ഒരു മനസ്സിനെ അവർ പരുവപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. കാരണം ആ പിതാവ്, ആ കുഞ്ഞ് മകൻ, ആ ഭാര്യ, ഇപ്പോഴും ഉള്ളിൽ എവിടെയെങ്കിലും ഒരു പ്രതീക്ഷ നമ്മളുടെ മനസ്സിലാണെങ്കിലും കാണും, എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന പ്രാർത്ഥന എല്ലാ കുടുംബങ്ങളിലെയും ഒരു മകനെ പോലെയൊക്കെ മനസ്സിലേക്ക് ഈ മുഖം പതിഞ്ഞു കഴിഞ്ഞു. എല്ലാ മലയാളി ലോകത്തെവിടെയുണ്ടോ അവിടെയൊക്കെയുള്ള മലയാളിയുടെ മനസ്സിലേക്ക് പതിഞ്ഞു കഴിഞ്ഞു. എത്രയോ വീട്ടിൽ പ്രാർത്ഥനകൾ ഉണ്ടായിട്ടുണ്ട്, പ്രാർത്ഥനകൾ ഓരോ ദിവസവും നടത്തിയിട്ടുണ്ടാകാം. അങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് ഇഴചേർന്ന് കിടക്കുകയാണ് അർജുൻ എന്ന ആ വ്യക്തി. അപ്പോൾ ഇന്ന് സംയുക്തമായിട്ടുള്ള NDRF ആയാലും SDRF ആയാലും കരസേന, നാവികസേന, എല്ലാ വിഭാഗങ്ങളെയും നമ്മൾ ഡിപ്ലോയ് ചെയ്തു അവസാന ഒരുപാട് പരിമിത ഘട്ടങ്ങളിലൊക്കെ തന്നെ. അപ്പോൾ ഇന്നൊരു
ഉത്തരം പ്രതീക്ഷിക്കാമോ? ഇപ്പോഴത്തെ സാഹചര്യങ്ങളും അവിടുത്തെ തയ്യാറെടുപ്പുകളൊക്കെ നമുക്കിവിടെ നിന്നും നോക്കുമ്പോൾ. ഓക്കെ, നോർമലി മഴയൊക്കെ കുറെ മണിക്കൂറുകളുടെ മഴ വരും മണിക്കൂറിൽ മഴയൊന്നും ഇല്ലാതെ നിൽക്കുവാണെങ്കിൽ നേവിക്ക് അവർക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. കാരണം അടിയൊഴുക്കൊക്കെ ഒരു പരിധി വരെ കുറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ അടിയൊഴുക്ക് ഉണ്ടായാലും വർക്ക് ചെയ്യാനൊക്കെ പറ്റും. ഒരു പരിധി കൂടുതൽ വന്നാലാണ് പ്രശ്നം വരുന്നത്. നമുക്ക് ആങ്കർ ചെയ്തൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന കേസാണ്. അപ്പൊ നേവി ട്രൈ ചെയ്യുന്ന തന്നെയാണ് എന്റെ വിശ്വാസം. കാരണം ഈ ശക്തമായ മഴ വരാതിരിക്കുവാണെങ്കിൽ, മഴയും കാലാവസ്ഥ പ്രതികൂലമല്ലാത്ത നിൽക്കുവാണ്, ഇപ്പൊ ഓറഞ്ച് അലർട്ട് ആണെന്ന് പറയുന്നു, പക്ഷെ അതിന് മഴ കുറച്ച് ഈ പകൽ സമയമാണ് ഓപ്പറേഷൻ. അവർ 6 മണി 7 ആ സമയത്ത് ഡേ ലൈറ്റിലാണ് ഓപ്പറേഷൻ കൂടുതൽ നടക്കുള്ളൂ. അപ്പൊ ഡേ ലൈറ്റ് ടൈമിൽ 6 മണിക്ക് മുമ്പൊക്കെ ഒരു മഴ കാര്യമായിട്ട് പെയ്യാതിരിക്കുവാണെങ്കിൽ 2-3 മണിക്കൂർ അവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുമെന്നാണ് എനിക്ക് പ്രതീക്ഷിക്കുന്നത്. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നേവിക്ക് ഈ കേസ്. ശരി, തീർച്ചയായും വളരെ നന്ദി അരുൺ ഭാസ്കർ. ജോലി തിരക്കിനിടയിലും ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് സംബന്ധിച്ച് വളരെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ നടത്തി നമ്മോടൊപ്പം ചേർന്നതിന് വളരെ നന്ദി.